ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല. പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. മിനായിൽ ദുരന്തമുണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തമുണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9-ന് 1,00,000-ഓളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1,00,000-ലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ആ ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ആ ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്നറിയില്ല. പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. മിനായിൽ ദുരന്തമുണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തമുണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9-ന് 1,00,000-ഓളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1,00,000-ലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹൽ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ആ ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ആ ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരമുണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി.